നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ന്യൂസ് 18 വാർത്തയിൽ ഇടപെട്ട് ആഭ്യന്തരമന്ത്രി ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് പ്രീ റോൾ കോണുകൾ ഉപയോഗിക്കുന്നത് ഗൌരവതരമായ വിഷയം. ലഹരി വ്യാപനത്തിന് ഡെലിവറി ബോയികളെ മറയാക്കരുത്. നീക്കത്തിൽ നിന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സ്വയം പിന്മാറണമെന്നും ആഭ്യന്തരമന്ത്രി. PM ശ്രീയിൽ UDF കൺവീനറെ തള്ളി PK കുഞ്ഞാലിക്കുട്ടി. PM ശ്രീയുമായി മുന്നോട്ടു പോകുന്നതിനെക്കുറിച്ച് UDF-ൽ ചർച്ച നടന്നിട്ടില്ല. എങ്ങനെ പിന്മാറാൻ കഴിയുമെന്ന് ആലോചിക്കുന്നു എന്നും കുഞ്ഞാലിക്കുട്ടി. UDF കൺവീനർ പറഞ്ഞത് പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന്. തർക്കമുണ്ടായിട്ടില്ലെന്ന് അടൂർ പ്രകാശ്. പത്താം ദിനവും പാർലമെന്റ് പ്രക്ഷുബ്ധം. അമിത്ഷാ പ്രതികരിക്കണമെന്ന ആവശ്യം കടുപ്പിച്ച് പ്രതിപക്ഷം. ലോക്സഭ നിർത്തിവെച്ചു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സമരങ്ങളിലെ കേസുകൾ കേരളം പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. മുത്തങ്ങയിൽ പോലീസുകാരനെ കൊലപ്പെടുത്തിയതിൽ മരിച്ച രണ്ടാം പ്രതി മാത്രം കുറ്റക്കാരൻ. ഗീതാനന്ദൻ അടക്കം 56 പ്രതികളെയും വെറുതെ വിട്ടു. പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൾ സലാമിനെയും വനപാലകരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർക്ക് കഠിന തടവും പിഴയും. വിധിയിൽ തൃപ്തിയില്ലെന്ന് കൊല്ലപ്പെട്ട വിനോദിന്റെ സഹോദരൻ. അന്താരാഷ്ട്ര കപ്പൽ പാത സുരക്ഷിതമാക്കാൻ നാവിക പ്രതിരോധ സഖ്യത്തിന് സൗദി അറേബ്യ. സഖ്യനീക്കത്തിൽ 14 രാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഖേഷം ദ്വീപിൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ അമേരിക്ക കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ. ജോർദാനിലെയും കുവൈറ്റിലെയും US കേന്ദ്രങ്ങൾ തകർത്തതായി അവകാശവാദം. ഗാസയിൽ ബോർഡ് ഓഫ് പീസ് പദ്ധതി അംഗീകരിച്ച് ഹമാസ്. പൂർണ്ണമായും നിരായുധീകരണത്തിന് സമ്മതിച്ചു. പ്രതികരിക്കാതെ ഇസ്രയേൽ. പുതിയ അതോറിറ്റിക്ക് കീഴിൽ പലസ്തീനെ കൊണ്ടുവരുമെന്ന് ട്രംപ്. അധ്യാപികമാർ കണ്ണികളായ ലഹരി മാഫിയയുടെ സൂത്രധാരൻ 22 വയസ്സുകാരനായ ഷിൻഡോ ബാബു. അധ്യാപികമാർ കൈമാറുന്ന പണം ഷിൻഡോയ്ക്ക് എത്തിച്ചിരുന്നത് അറസ്റ്റിലായ ഡെലിവറി ബോയ് ജിജിൻ ബാബു. ഷിൻഡോ പിടിയിലായാൽ ചുരുളഴിയുക വൻ ശൃംഖലയുടെ രഹസ്യം. അധ്യാപികമാർക്ക് പണം അയച്ചവരെയും ചോദ്യം ചെയ്യുന്നു. തിരുവനന്തപുരം വെമ്പായം ബാറിലെ തീവയ്പിൽ മരിച്ചവർ 4 മരിച്ചത് തെക്കേക്കട സ്വദേശി നൌഫൽ. മരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. പൊള്ളലേറ്റ് 2 പേർ നേരത്തെ മരിച്ചു. ഒരാൾ ആത്മഹത്യ ചെയ്തു. ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നൽ സാധ്യത. ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ അല്പസമയത്തിനകം. അവധിക്ക് അപേക്ഷിച്ച് കൌൺസിലർ സുഗതൻ. കൌൺസിൽ അനുവദിച്ചാൽ അയോഗ്യത ഒഴിവാകും. പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള വീടുകളുടെ നിർമ്മാണം ആരംഭിച്ച് കോൺഗ്രസും. നിർമ്മാണം തുടങ്ങിയത് തറക്കല്ലിട്ട് മാസങ്ങൾക്ക് ശേഷം. ആദ്യ ബ്ലോക്കിൽ 18 വീടുകൾ. പാർട്ടി വാഗ്ദാനം 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന്. രണ്ടാം വിള നെല്ല് സംഭരണം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും പാലക്കാട് ജില്ലയിലെ നെൽ കർഷകർക്ക് പണമില്ല. 10,000-ഓളം കർഷകർക്കായി കിട്ടാനുള്ളത് 350 കോടിയിലധികം രൂപ. ഓണക്കാലത്ത് പട്ടിണി സമരങ്ങൾക്ക് തയ്യാറെടുത്ത കർഷകർ. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് 104 കോടി ഇന്ന് തന്നെ നൽകാമെന്ന് സിവിൽ സപ്ലൈസ് മന്ത്രി. ഫുട്ബോൾ ആരാധകരെ ഞെട്ടിച്ച് വമ്പൻ പ്രഖ്യാപനം. ഇന്ത്യൻ ദേശീയ ടീമുമായി സൗഹൃദ മത്സരം കളിക്കാൻ ബ്രസീൽ വരുന്നു. ഒക്ടോബറിൽ ടീം കളിക്കുക കൊൽക്കത്തയിൽ. സൂപ്പർ താരം നെയ്മർ ബ്യൂട്ടണിയുമോ എന്നതിൽ ആകാംക്ഷ. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റാനോയ്ക്കെതിരെ കടുത്ത നടപടിയുമായി യുവേഫ. ലോകകപ്പ് സ്വകാര്യവൽക്കരണ പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ പൂർണ്ണ ബഹിഷ്കരണം. പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കാതെ ഇനിയൊരു ഫിഫ മത്സരത്തിലും യൂറോപ്യൻ ടീമുകൾ പങ്കെടുക്കില്ല. പോളണ്ടിൽ നടക്കാനിരിക്കുന്ന വുമൻസ് അണ്ടർ 20 ലോകകപ്പ് പ്രതിസന്ധിയിൽ.
വാർത്തയിലേക്ക് വിശദമായി. പ്രീ റോൾ കോൺ വിൽപ്പനയിൽ നിന്ന് പിന്മാറണമെന്ന് ഓൺലൈൻ ഇൻസ്റ്റമാർട്ട് ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളോട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രീ റോൾ കോണുകൾ ലഹരി വ്യാപനത്തിനിടയാക്കുമെന്നും ഇത് ഗൌരവമുള്ള വിഷയമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇൻസ്റ്റമാർട്ടിലൂടെ പ്രീ റോൾ കോണുകൾ വിൽക്കുന്നത് സംബന്ധിച്ച ന്യൂസ് 18 വാർത്തയിലാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. ന്യൂസ് 18 ഇംപാക്ട്. ഇൻസ്റ്റാമാർട്ട് ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ലഹരി ഉപയോഗത്തിന് എളുപ്പവഴികൾ യുവാക്കൾ പ്രത്യേകിച്ച് കുട്ടികൾ തേടുന്നുവെന്ന വാർത്തയാണ് ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. പ്രീ റോൾ കോണുകൾ എന്ന പേരിലുള്ള കോണുകൾ ഉപയോഗിച്ചുകൊണ്ട് കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വിദ്യാർത്ഥികൾ ഇത് ഉപയോഗിക്കുന്നു. അതിന് ഇൻസ്റ്റാമാർട്ട് വഴി വളരെ വേഗത്തിൽ കുട്ടികൾക്ക് ഇത് ലഭ്യമാകുന്നു എന്നായിരുന്നു ന്യൂസ് 18 വാർത്ത. ആ വാർത്തയിലാണ് ഇന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഗൗരവതരമായ വിഷയമാണിത്. അടിയന്തര നടപടി ഉണ്ടാകുമെന്ന ഉറപ്പാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നൽകിയത്. ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല. ഈ ഡെലിവറി ബോയ്കളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ മയക്കുമരുന്ന് വ്യാപനം ശക്തമായി തന്നെ നേരിടും. ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഈ പരാമ്പ്രയിൽ കോഴിക്കോട് ഉണ്ടായ സംഭവം തന്നെ അധ്യാപകർ ഉൾപ്പെട്ട സംഭവം തന്നെ വളരെ ഗൗരവമുള്ളതാണ്. അതിനകത്തൊരു ഡെലിവറി ബോയിയുടെ സാന്നിധ്യം നമുക്കവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് ഡെലിവറി രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഇതിനകത്തുനിന്ന് പിന്മാറണം. ഇത് ശരിയല്ല. ഈ ലഹരിയുടെ വ്യാപനത്തിന് നിങ്ങൾ കരുക്കളായി മാറുന്നത് ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. ശക്തമായ നടപടി ഉണ്ടാകും. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയുള്ള പ്രചരണം ഇതെല്ലാം അവസാനിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. എന്നാൽ ഡെലിവറി ബോയ്സ് ഇതിന് പിന്മാറണമെന്ന് ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ അവിടെ കൃത്യമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഇൻസ്റ്റാമാർട്ട് വഴി ഒരു ഓർഡർ വന്നാൽ, ഇൻസ്റ്റാമാർട്ട് അല്ലെങ്കിൽ അതുപോലെ ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോം പോലെ ഓർഡർ വന്നാലും അത് കൊടുക്കുക എന്ന് മാത്രമാണ് ഡെലിവറി ബോയ്സിൻ്റെ ജോലി. അത് ആ വസ്തുക്കൾ അല്ലെങ്കിൽ അത്തരം വസ്തുവകകൾ ഈ ഇൻസ്റ്റാമാർട്ട് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാക്കാതിരിക്കുകയാണ് വേണ്ടത്. അതിനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. ഈ പ്ലാറ്റ്ഫോമുകളുമായി സർക്കാർ ചർച്ച നടത്തി ഇത്തരം കാര്യങ്ങൾ, ഈ പ്രീ റോൾ കോൺ ഉൾപ്പെടെയുള്ളവ ഇൻസ്റ്റാമാർട്ട് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും വളരെ ഗൗരവമുള്ള വിഷയമാണിത്. ഇതിൽ അടിയന്തര നടപടി ഉണ്ടാകും. മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ട് പിന്മാറണമെന്ന് കൂടി ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൂഫാൻ പോലുള്ള വലിയ പദ്ധതികളുമായി ആഭ്യന്തരവും മുന്നോട്ട് പോകുമ്പോൾ ഈ ലഹരി വ്യാപനത്തിന് വഴിവെക്കുന്ന, ലഹരി എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഓരോ സംവിധാനങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കള്ളുഷാപ്പുകളിൽ അന്വേഷണം ഊർജിതമാക്കാൻ പുതിയ പദ്ധതിയുമായി എക്സൈസ്. ഓപ്പറേഷൻ ശുദ്ധി എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. നിശാപാർട്ടികളും ക്ലബ്ബുകളും കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK സതീഷ് ന്യൂസ് 18നോട് പറഞ്ഞു. ജൂലൈ മാസം 874 ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തു. 120 അബ്കാരി കേസുകൾ, 144 ലഹരി കേസുകൾ, 610 നിരോധിത പുകയില ഉൽപ്പന്ന കേസുകൾ എന്നിവയാണ് എക്സൈസ് രജിസ്റ്റർ ചെയ്തത്. കൊച്ചിയിൽ നിന്നും പിടിക്കുന്ന മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുക്കളുടെയും അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരുടെ എണ്ണം വളരെ അധികരിക്കുന്ന സാഹചര്യം കൂടിയാണ്. എന്തായാലും നമുക്ക് എക്സൈസിന്റെ ഒരു കണക്ക് കൂടി പുറത്തു വന്നിട്ടുണ്ട്. 874 ലഹരി കേസുകളാണ് ഈ ജൂലൈയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ PK സതീഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം സർ. 874 കേസ് എന്ന് പറയുന്ന ഒരു ചെറിയ സംഖ്യയല്ലല്ലോ സർ. അത് കൊച്ചി സിറ്റിയെ സംബന്ധിച്ചിട്ട് അതൊരു ഹബ്ബായി മാറുന്നു എന്നുള്ളതിന്റെ സൂചനകളല്ലേ? ഹബ്ബായി മാറുന്നു എന്നല്ല, മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളും മറ്റ് ജില്ലക്കാരും ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. ജോലിക്കും വിദ്യാഭ്യാസത്തിനും മറ്റ് കാര്യങ്ങൾക്കായിട്ട് അന്യസംസ്ഥാന തൊഴിലാളികളും മറ്റ് ജില്ലക്കാരും നിരന്തരം വന്നു പോകുന്ന ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. ഇത്രയും കേസുകൾ വരാനുള്ള പ്രധാന കാരണം തന്നെ അത്തരം ആളുകൾ ഇവിടെ വന്നു പോകുന്നതുകൊണ്ടാണ്. പരിശോധന ശക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കേസുകൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പരിശോധന കുറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത്രയും കേസുകൾ ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ശക്തമായ പരിശോധന, അതും ചെറുതും വലുതുമായ എല്ലാ കേസുകളും ഇവിടെ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് അതിനെ വ്യത്യസ്തമാക്കുന്നത്. വളരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് സംവിധാനം എക്സൈസ് വകുപ്പ് എറണാകുളം ജില്ലയിൽ തുടങ്ങിയിട്ടുണ്ട്. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ കൺട്രോൾ റൂമുകൾ, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ, 3 സ്ട്രൈക്കിംഗ് ഫോഴ്സ്, ഒരു ഹൈവേ പട്രോളിംഗ് ടീം, ഇത് കൂടാതെ
ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു ഷാഡോ എക്സൈസും ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഡ്രഗ് ഡ്രോപ്പിംഗ് സിസ്റ്റത്തെ പറ്റി സാർ കുറച്ച് മുമ്പ് പറഞ്ഞു. അപ്പം മെട്രോ പില്ലറുകൾ കേന്ദ്രീകരിച്ച് അതൊക്കെ എക്സൈസിനെ സംബന്ധിച്ചിട്ടായാലും അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിട്ടായാലും അത് കണ്ടെത്താൻ വലിയ വെല്ലുവിളിയാകുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഡ്രഗ് മാഫിയ ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള ഐഡിയാസും ഡിസ്ട്രിബ്യൂഷനുമാണ് കൈകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടെത്തുക, അവർ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും അവർ പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ് അത് അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ നമ്മൾ അപ്ഡേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മളും അത്രയ്ക്ക് വളരെ വിജിലൻ്റായി വളരെ ആക്റ്റീവായിട്ട് പുറകിൽ അവരെ പോലെ തന്നെ ഫീൽഡിൽ ആക്റ്റീവായി നിന്നാൽ മാത്രമേ അത്തരം പുതിയ തന്ത്രങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. എന്തായാലും സംസ്ഥാനത്തൊട്ടാകെ ലഹരി നിർമ്മാർജ്ജനം എന്ന വലിയ ടാസ്കിന്റെ ഭാഗമായി തന്നെയാണ് എക്സൈസും സംസ്ഥാന പോലീസും ഒക്കെ കൂടി ചേർന്ന് ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായിട്ടും ഇപ്പോൾ എക്സൈസിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടും ഒക്കെ പുറത്തേക്ക് വരുന്ന മയക്കുമരുന്നിന്റെ പിടികൂടുന്ന ലഹരി വസ്തുക്കളുടെ അളവ് കൂടുന്നു എന്നുള്ളത് തന്നെ വലിയ ഒരു സന്ദേശമാണ്, വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം മലയൻകീഴിൽ നിന്ന് 8 കിലോ കഞ്ചാവ് കണ്ടെത്തി. മലയൻകീഴ് അണപ്പാട് പാലത്തിന് സമീപത്ത് നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കഞ്ചാവ് വിൽപ്പന നടത്തിയവരെ ഉടൻ പിടികൂടുമെന്നും അന്വേഷണം ഊർജിതമാക്കുമെന്നും കട്ടാക്കട ഡിവൈഎസ്പി പറഞ്ഞു. മലയൻകീഴ് പോലീസ് സ്റ്റേഷനിലെ എസ്ഐമാരായ വിനോദ്, വിൻസെന്റ്, പോലീസ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർമാർ, നാട്ടുകാർ എന്നിവർ ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. കോഴിക്കോട് വടകരയിൽ 3 അധ്യാപകരടക്കം 5 പേർ അറസ്റ്റിലായ ലഹരിക്കേസിലെ മുഖ്യ സൂത്രധാരനെ തിരിച്ചറിഞ്ഞു. സുൽത്താൻ ബത്തേരി സ്വദേശി 22-കാരനായ ഷിൻഡോ ബാബു ആണ് മാഫിയയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തിയത്. അധ്യാപികമാർ അക്കൌണ്ടുകളിലേക്ക് വന്ന പണം കൈമാറിയിരുന്നത് അറസ്റ്റിലായ ഡെലിവറി ബോയ് ജിജിൻ ബാബുവിനായിരുന്നു. ജിജിൻ ഈ പണം ഷിൻഡോയുടെ അക്കൌണ്ടിലേക്ക് കൈമാറുന്നതായിരുന്നു പതിവ്. രണ്ടാം വിള നെല്ല് സംഭരണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പാലക്കാട് ജില്ലയിലെ നെൽകർഷകർക്ക് പണം ലഭിച്ചിട്ടില്ല. ജില്ലയിലെ 10,000-ഓളം കർഷകർക്കായി 350 കോടിയിലധികം രൂപയാണ് ലഭിക്കാനുള്ളത്. പണം ലഭിക്കാത്തത് ഒന്നാം വിള കൃഷി ഇറക്കുന്നതിനെയും ബാധിച്ചിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു. ഇനിയും പണം ലഭിച്ചില്ല എങ്കിൽ വരാനിരിക്കുന്ന ഓണക്കാലം പട്ടിണി സമരങ്ങളുടെ കാലമാകുമെന്ന് നെൽകർഷകർ പറയുന്നു. പാടത്ത് പണിക്ക് വരമ്പത്ത് കൂലി എന്നാണ് പറയുന്നത്. പക്ഷേ നെൽകർഷകരുടെ കാര്യത്തിൽ പാടത്ത് കൊയ്തത് വരമ്പ് കയറി അത് കയറ്റിവിട്ട് മാസങ്ങളായിട്ടും അവർക്ക് അധ്വാനത്തിൻ്റെ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. നെൽകർഷകരുടെ ദുരിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏപ്രിൽ മാസത്തിൽ കൊയ്തു കൊണ്ടുപോയതാണ് നെല്ല്, ഓഗസ്റ്റിലേക്ക് എത്തുകയാണ്. പക്ഷേ ഇപ്പോഴും അവർക്ക് നെല്ലിൻ്റെ വില കിട്ടിയിട്ടില്ല. പാലക്കാട് ജില്ലയിലാകെ 10,000-ലധികം കർഷകർക്ക് 350 കോടിയിലേറെ രൂപയാണ് ഈ നെല്ല് വിറ്റവകയിൽ കിട്ടാനുള്ളത്. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ കേന്ദ്ര ഫണ്ട് വന്നില്ല തുടങ്ങിയ ഒരുപാട് വിശദീകരണങ്ങളാണ് അധികൃതർ നൽകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കണ്ണാടിയിലാണ്. കണ്ണാടിയിലെ ചെമ്മങ്കാട് പാടശേഖരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ കർഷകർക്ക് പറയാനുള്ളത് ഈ ദുരിതത്തെക്കുറിച്ച് തന്നെയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഏപ്രിലിലെ നെല്ല് കൊയ്ത് കൊണ്ടുപോയി മാസങ്ങളായി, കടലാസ് മാത്രമാണ് കയ്യിലുള്ളത്, കാശ് കിട്ടിയിട്ടില്ല. അത് ഏപ്രിൽ കൊയ്ത് കൊണ്ടുപോയിട്ട് മാർച്ച് മാസം കൊയ്തിട്ട് മാർച്ച് മാസം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് PRS കിട്ടുന്നത് ഏപ്രിൽ 22-ന് ശേഷം മാത്രമേ ഇതുള്ളൂ. ആ 1.5 മാസം തരില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മറ്റേ നെല്ലിൻ്റെ അളവ് കൂടി മറ്റേ 2,700 പോയി 200 പോയി 700 എന്ന് പറഞ്ഞിട്ട് അതൊരു തടസ്സം പറച്ചൽ, ചാക്കിൽ 1 കിലോ കൂടി പറഞ്ഞിട്ടൊരു തടസ്സം പറച്ചൽ, ഇങ്ങനെയെല്ലാം ആയിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ എത്ര അടുത്ത പഞ്ച കൊയ്യാനായി, എൻ്റെ കണ്ടങ്ങളൊക്കെ പുട്ടിലും കതിരും ആയി. പക്ഷേ ഇതുവരെ മുമ്പ് കൊടുത്തതിൻ്റെ കാശ് കിട്ടിയിട്ടില്ല. ഒരേക്കറയ്ക്ക് ചുരുക്കം 35,000 രൂപ വെച്ച് ചിലവാക്കിയാൽ തന്നെ കാശ് എത്രയായി? ഇപ്പോൾ എങ്ങനെയാണ് ഓണക്കാലമൊക്കെയാണ് വരാൻ പോകുന്നത്? എല്ലാ തവണയും കഷ്ടമാണ്, നല്ല കഷ്ടമാണ്. എനിക്കാണെങ്കിൽ ട്രാക്ടറുണ്ട്, ഇതിൻ്റെ ഡ്രൈവർമാർ, അങ്ങനെയുള്ള പിന്നെ പണിക്കാരുണ്ട്. ഇവർക്കൊക്കെ നമ്മൾ അത്യാവശ്യം നമ്മൾ ട്രാക്ടറിൻ്റെ പൈസ ഇവരാരും പൂട്ടി അതിൻ്റെ പൈസ പകുതി കൊണ്ട് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ ഈ പാടശേഖരത്തിൽ ഒരാളും ഇങ്ങനെ തരാതെ ഇരുന്നിട്ടില്ല. ഇപ്പോൾ പകുതി കൊണ്ട് കിട്ടിയിട്ടില്ല. സത്യത്തിൽ നാട്ടുകാരെ എല്ലാം അന്നമൂട്ടുന്ന കർഷകർക്ക് ഓണക്കാലത്ത് അന്നം ഉണ്ണാൻ കഴിയാത്തൊരവസ്ഥയാണ് അല്ലേ? തീർച്ചയായും. കാരണം നാട്ടുകാരെ മുഴുവൻ ഓണസദ്യ ഉണ്ണാൻ സഹായിക്കുന്ന കർഷകന് ഓണക്കാലം വറുതിയുടെയും വേദനയുടെയും കാലം തന്നെയാണ്. അതിൽ യാതൊരു തർക്കമില്ല. ഈ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ? ഈ സർക്കാർ അല്ല, നമ്മളിപ്പോൾ ഒരു സർക്കാരിന് മാത്രമല്ല, ഇതൊരു സിസ്റ്റത്തിൻ്റെ കുഴപ്പമായിട്ട് നമുക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 4-5 വർഷം മുമ്പ് വരെ ഇതൊരു കൃത്യമായി പോയിരുന്ന സംവിധാനമാണ്.
ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മേഖല ആകെ തകിടം മറിഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ അതിന് ബന്ധപ്പെട്ട അധികാരികൾ അതൊന്ന് പരിശോധിക്കേണ്ടതാണ്. എന്താണ് ഈ മേഖലയിൽ സംഭവിച്ചതെന്നുള്ളത്. കാരണം ഇപ്പോൾ 2022 വരെയൊക്കെ ഒരു തടസ്സവും കൂടാതെ പോയിരുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ആകെ അടിമുടി താളം തെറ്റി കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുന്നതാണ്, കേന്ദ്രം കണക്ക് കൊടുത്തിട്ടില്ല, ഓഡിറ്റ് ചെയ്തില്ല. അതൊന്നും സത്യത്തിൽ കൃഷിക്കാരനെ അറിയേണ്ട വിഷയങ്ങളല്ല, അതൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതാണ്. ഇനി എന്താ നിങ്ങൾ മുമ്പിലുള്ളത്? ഇനി മുമ്പിൽ ഇപ്പോൾ ഞങ്ങൾ ചിങ്ങം 1-ാം തീയതി കരുതീനുമായിട്ട് ആചരിക്കുകയാണ്. അതിന് പുറമെ നെല്ലിൻ്റെ പൈസ ഈ ഓണത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ സമരമായിട്ട് വലിയ സമര പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഈ കൃഷി ഇറക്കുന്നതിനെ ബാധിച്ചില്ലേ ഇതൊക്കെ? ബാധിച്ചു, നന്നായി ബാധിച്ചു. ഞങ്ങൾ കടം വാങ്ങിച്ചിട്ട് 9%, 10% ഇൻട്രസ്റ്റ് കൊടുത്തിട്ടാണ് ഗോൾഡൊക്കെ കൊണ്ട് പണയം വെച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് 3-4 മാസമായി പൈസ കിട്ടിയില്ല. അതിൻ്റെ ഒരു പൈസ പോലും പലിശയായിട്ട് കിട്ടില്ലല്ലോ. ഇത് മുഴുവൻ ഞങ്ങൾ കടത്തൽ തന്നെയാണ് നടക്കുന്നത്. ഇക്കുറി സത്യത്തിൽ പൈസ കിട്ടുന്ന പ്രതീക്ഷിച്ചു, പക്ഷേ ഓണത്തിന് മുന്നേ കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചു. ഇപ്പോൾ കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പോൾ ഇത്ര കാലം കിട്ടിയിട്ടുമില്ല. 4-5 മാസമായി നെല്ലളന്നിട്ട് കൃഷിക്കാരെല്ലാം പണയത്തിലാണ്. അത് 350 കോടി അനുവദിക്കാനുള്ളൂ. പക്ഷെ അത് ഗവൺമെന്റ് പിശു ആയിട്ട് ഇങ്ങനെ തന്നെ ആർക്കും കിട്ടാത്ത ട്രാക്ടർ കൂലി പാടങ്ങളുണ്ടല്ലോ. ഇത് സത്യത്തിൽ ഇപ്പോൾ ഒരു 90% പണി പൂർത്തിയായതാണ്. ഇനിയിപ്പോൾ അത് കൊയ്യിൻ്റെ മാത്രം എന്ന് പറഞ്ഞാൽ ചാഴിക്കൊരു മരുന്നടിക്കലും കൊയ്ത്തും അത്രേ അതിനകത്ത് ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ പണിയും പൂർത്തിയാക്കിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലവാക്കാനുള്ള സംഖ്യയുടെ 90%. കാരണം സത്യത്തിൽ പിന്നെ കൃഷി വകുപ്പ് നമ്മൾ കണക്ക് പറഞ്ഞ യഥാർത്ഥത്തിൽ ജൈവ രീതിയിൽ എന്ന് പറഞ്ഞാൽ ചാണകവും ആട്ടും കാഷ്ടവും ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഏക്കറിന് ഒരു 50,000-ന് മുകളിൽ ചിലവ് നമുക്ക് വരുന്നുണ്ട്. കാലവർഷം അല്ലെങ്കിൽ കാലാവസ്ഥ പഴിച്ചു കഴിഞ്ഞാൽ ചെലവാക്കിയ പൈസ പോലും പലപ്പോഴും കിട്ടാറില്ല. അതിൻ്റെ ഇൻഷുറൻസ് പൈസ തരുന്നില്ല, ഉൽപാദന ബോണസ്, ഉഴവ് കൂലി, ഇങ്ങനെയുള്ള ഒന്നുമില്ല. വേണ്ട, അരിയുടെ വില കിട്ടിയ അല്ല, ഞങ്ങളുടെ അരി ഇപ്പൊ കർണാടകയ്ക്കാണ് ഈ സാധനം കയറ്റിക്കൊണ്ട് പോണത്. ഇന്നത്തെ ഒരു പത്രത്തിൽ കണ്ടു തമിഴ്നാട്ടിലേക്കല്ല, ഇത് യഥാർത്ഥത്തിൽ പോണത് കർണാടകയിലേക്കാണ്. അവിടെ അത് 30 രൂപ, എന്നിട്ട് അവർ ബ്രാൻഡ് ചെയ്ത് ഈ സാധനം വെക്കുകയാണ്. ഒരു കാര്യം കൂടി ചോദിക്കും. അപ്പോൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു വി ഡി സതീശൻ ഈ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടുന്നൊരു ഉറപ്പ് തന്നിരുന്നു. തന്നു, എനിക്ക് തന്നതാണ്. എനിക്ക് എൻ്റെ കയ്യിൽ അതിൻ്റെ ലെറ്റർ ഉണ്ട്, ഞാനിപ്പോൾ അത് എടുത്തിട്ടില്ല. എനിക്ക് തന്നതാണ് അവരുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, അതായത് പണ്ടത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ആ ലെറ്റർ വന്നതാണ്. ഞാനത് എടുത്തിട്ടില്ല, അത് സാധനം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇപ്പോൾ സാറ് പറഞ്ഞു ഞങ്ങളിതെങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. അത് എന്താണ്, സഹകരണ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. മാറ്റിയാൽ ഞങ്ങൾക്ക് പണം കിട്ടണ്ടേ? എല്ലാവർക്കും പറച്ചിൽ മാത്രമേ ഉള്ളൂ. അതെ, എന്താണെങ്കിലും സമരത്തിലേക്ക് പോകേണ്ട ഉദ്യോഗസ്ഥന്മാരാണ് ഏറ്റവും മോശം. അവർ ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. കക്കണ ആൾക്കാർ ഇപ്പോഴും കട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ആരാണ് എന്താണെന്ന് പേര് മാത്രം എൻ്റെ അടുത്ത് ചോദിക്കേണ്ടത്. എനിക്ക് നന്നായി വ്യക്തമായിട്ട് അറിയാം ഇന്ന ആളാണ് ഇത് ചെയ്യുന്നത്. സമരത്തിലേക്ക് പോകേണ്ടി വരുമോ? ഉറപ്പായിട്ട് പോകേണ്ടി വരും. എന്താണെങ്കിലും കർഷകർക്ക് പറയാനുള്ളത് വളരെ വ്യക്തമാണ്. ഓണക്കാലമായിട്ടും പണം ലഭിച്ചിട്ടില്ല. ഓണക്കാലം സമരക്കാലമാകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. സർക്കാരിന് ഒരുപാട് പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. പക്ഷേ ഈ സർക്കാരും അവരുടെ പ്രതീക്ഷ നിറവേറ്റിയില്ല. ഇപ്പോഴും കടബാധ്യതയിൽ തന്നെ കർഷകൻ തുടരുന്നു എന്നുള്ളതാണ് അവസ്ഥ. എന്തായാലും ഓണക്കാലം സമരക്കാലമാകാതിരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കനിവുണ്ടാകണമെന്നാണ് ഇവർക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രജിത് കോങ്ങാടിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. പാലക്കാട് കർഷകരുടെ ദുരിതത്തിൽ അടിയന്തര നടപടിയുമായി സർക്കാർ. 2ാം വിള സംഭരണം കഴിഞ്ഞിട്ടും കർഷകർക്ക് പണം നൽകിയില്ലെന്ന ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഇടപെട്ടത്. ഇന്ന് തന്നെ 104 കോടി രൂപ അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട്ടെ ഉൾപ്പെടെയുള്ള കർഷകരുടെ ദുരിതം ഇന്ന് രാവിലെയാണ് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തത്. ഇല്ല, അതിൻ്റെ അകത്ത് ഇപ്പോൾ ആസ് ഓഫ് നൗ ഇനി 104 കോടി രൂപ ഇപ്പോൾ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ നെല്ല് സംഭരണ ഇനത്തിൽ നമ്മുടെ ഈ ഗവൺമെൻറ് ചുമതല ഏൽക്കുമ്പോൾ 713 കോടി രൂപയായിരുന്നു കർഷകർക്ക് ലഭ്യമാക്കാനുണ്ടായിരുന്നത്, കുടിശ്ശികയായിട്ടുണ്ടായിരുന്നത്. അത് പൂർണ്ണമായും കൊടുത്തു തീർത്തു. അതിനോടനുബന്ധിച്ച് തന്നെ ആ സമയത്ത് സംഭരണം നടക്കുകയായിരുന്നു. അങ്ങനെ ഇനി ഏതാണ്ട് 367 കോടി രൂപയാണ് ലഭ്യമാക്കാനുള്ളത്. അതായത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയത്തുണ്ടായിരുന്ന 713 കോടി രൂപയും കൊടുത്തു തീർത്തു. അതിനോടനുബന്ധിച്ച് ഈ സംഭരണവും നടക്കുകയാണ്. ഇപ്പോൾ അതിനുശേഷം സംഭരിച്ച തുകയാണ് കൊടുക്കാനുള്ളത്. അതിൽ 367 കോടി രൂപ ലഭ്യമാക്കാനുള്ളതിൽ 104 കോടി രൂപയുടെ വിതരണം ഇന്ന് ആരംഭം കുറിച്ചിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ബാക്കി തുക വരും ദിവസങ്ങളിൽ തന്നെ ലഭ്യമാക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വേഗതയിൽ ഇത് കൊടുത്തു തീർക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് വന്ന സമയത്താണ് ഈ പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് പ്രൈമറി സംഘങ്ങൾ രംഗത്തുണ്ടായിരുന്നു. ആ പ്രൈമറി സംഘങ്ങൾ രംഗത്തുണ്ടായ സമയത്തുണ്ടായ കുടിശ്ശികയാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്. അതിൻ്റെ വിതരണവും ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളത് പൂർണ്ണമായി ആ വിഷയം സെറ്റിൽ ചെയ്ത് അപ്പോൾ തന്നെ അതിൽ ഇടപെട്ട്
ലോൺ എമൗണ്ട് എൻഹാൻസ് ചെയ്ത് ഞങ്ങൾ കൊടുത്തു. പാക്സുകൾ ഒഴിവാക്കി സപ്ലൈകോ മുഖാന്തരം തന്നെ അതിൻ്റെ ലഭ്യതയും ഉറപ്പുവരുത്തി, തുക വിതരണം ചെയ്യുന്ന ഉറപ്പുവരുത്തി. അങ്ങനെ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ പരിഹരിക്കാൻ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള തുകയും അടിയന്തരമായി കൊടുത്തു തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ തുക വിതരണം ചെയ്യുന്നതിന് മുറയ്ക്ക് തന്നെ അടുത്ത ഭാഗവും ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാക്കും. PM ശ്രീയിൽ UDF-ൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്ന കൺവീനർ അടൂർ പ്രകാശിന്റെ നിലപാട് തള്ളി ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. പിന്മാറുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ് ഇന്നലെ ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ അജണ്ട ഉണ്ടായിരുന്നില്ല. ആ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല ഇന്നലെ. ഇപ്പോഴുള്ള പൊസിഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉള്ളത് തന്നെയാണ്. അതായത് ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു. ആ സബ് കമ്മിറ്റിയെ വെച്ചതിന് ശേഷം കേരള ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് എന്താണ് ഗവൺമെന്റിന് പറയാനുള്ള റിപ്പോർട്ട് പഠിച്ച ശേഷം UDF-ഉം പറയും, അതുപോലെ തന്നെ പിന്നെ മുഖ്യമന്ത്രിയും പറയും. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു അഭിപ്രായം പറയും. രണ്ടഭിപ്രായം ഇല്ല, ഒറ്റഭിപ്രായമേ ഉള്ളൂ. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത 101% ഇല്ലാത്തതാണ്. അങ്ങനെ ഒരു സംഭവം, ഒരു ചർച്ച അവിടെ ഉണ്ടായി. എന്നിട്ട് ഞങ്ങൾ വേറെ അഭിപ്രായം പറഞ്ഞു, മറ്റൊരു കോൺഗ്രസ് 100% ഇല്ലാത്ത വാർത്ത. UDF കൺവീനർ പറഞ്ഞു എന്നുള്ളത് ശരി. അദ്ദേഹത്തിന് UDF യോഗത്തിന് ശേഷം നടത്തുന്ന പത്രപ്രവർത്തകർ പറയുന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ ഒരു മറുപടി പറയാനോ, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇന്നലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് UDF ചർച്ച ചെയ്തു, എന്നിട്ട് ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെയാണ്. അത് 100% കളവാണ്. കൺവീനർ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. PM ശ്രീയിൽ നിന്ന് പിന്മാറാമെന്ന കാര്യം ജോൺ ബ്രിട്ടാസിന് അറിയാമെങ്കിൽ ഇക്കാര്യം ഒരു വട്ടമെങ്കിലും പിണറായി വിജയന് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. പിന്മാറിയാൽ ഫണ്ട് ലഭിക്കില്ല. PM ശ്രീയിൽ കരിക്കുലം സംസ്ഥാനം തീരുമാനിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. എന്തുകൊണ്ട് ഈ കാര്യം ജോൺ ബ്രിട്ടാസ് പിണറായി വിജയനോട് പറഞ്ഞില്ല? പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് അന്ന് അദ്ദേഹത്തിനോട് ചെവിയിലെങ്കിലും ഒന്ന് പറയായിരുന്നല്ലോ? പുറമേ പറയാനുള്ള ബുദ്ധിമുട്ട് കാണും അദ്ദേഹത്തിന്. ചെവിയിലെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നല്ലോ. അന്ന് അതൊന്നും പറയാതെ ഇത്രയും ഒപ്പിട്ട് അതിനുശേഷം കൂടുതൽ ആനുകൂല്യങ്ങളും വാങ്ങിച്ചിട്ട്, കേന്ദ്ര ഗവൺമെൻറ് സഹായം വാങ്ങിച്ചിട്ട് ഇപ്പം ഞങ്ങളുടെ തലയിലോട്ട് കയറണ്ട, ഞങ്ങളതിൽ ഇത് ഒപ്പിട്ടു. അല്ല, മറുപടി ആര് ചോദ്യം ചോദിച്ചാൽ മറുപടി കൊടുക്കുമല്ലോ. അന്ന് എന്തുകൊണ്ടാണ് ഇത് ജോൺ ബ്രിട്ടാസിന് ഇത് അറിയാതെ? അദ്ദേഹം MP അല്ലേ. അദ്ദേഹം എന്തുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഈ കാര്യം പറഞ്ഞില്ല? അപ്പോൾ ഒപ്പിട്ടു, എല്ലാം അംഗീകരിച്ചു, അത് SSA ഫണ്ടും വാങ്ങിച്ചു, മറ്റ് ആനുകൂല്യങ്ങളും വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങളുടെ ഗവൺമെൻറ് വന്നപ്പോൾ ഞങ്ങളുടെ തലയിൽ ഇത് വെക്കണ്ട, അതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. അതേസമയം PM ശ്രീയിൽ UDF-ലെ തർക്കം പുറത്തു വന്നതോടെ UDF കൺവീനർ അടൂർ പ്രകാശ് മലക്കം മറിഞ്ഞു. PM ശ്രീയിൽ നിന്ന് പിന്മാറിയാൽ അതിന്റെ ആനുകൂല്യങ്ങൾ മാത്രമേ നഷ്ടമാകൂ എന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ നൽകിയ മറുപടിയും സർക്കാർ വാദം പൊളിക്കുന്നതാണ്. മുൻ സർക്കാർ PM ശ്രീ കരാറിൽ ഒപ്പുവെച്ചതിനാൽ അതിൽ നിന്ന് ഇനി പിന്മാറുന്നതിൽ സാങ്കേതികമായി പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ചൂണ്ടിക്കാണിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ് തന്നെ കഴിഞ്ഞ ദിവസം ഇതുമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനമെന്ന് മാധ്യമങ്ങളോട് പരസ്യമായി പ്രതികരിച്ചതിന് പിന്നാലെയാണ് അതിനെ പിന്തുണയ്ക്കുന്ന നിലപാടുമായി രമേശ് ചെന്നിത്തലയും അതോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീനും രംഗത്തെത്തിയത്. പക്ഷേ അതിനിടയിൽ ലീഗിന്റെ തന്നെ പോഷക സംഘടനയായ MSF അടക്കം PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുകയും രാജ്യസഭയിൽ അബ്ദുൾ വഹാബ് MPയുടെ ചോദ്യത്തിന് കേന്ദ്രമന്ത്രി ജയന്ത് ചൗധരി നൽകിയ മറുപടിയിൽ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ ആനുകൂല്യങ്ങൾ മാത്രമേ നഷ്ടമാകുകയുള്ളൂ എന്ന് പരസ്യ പ്രതികരണവും നടത്തിയതിന് പിന്നാലെയാണ് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവായ PK കുഞ്ഞാലിക്കുട്ടി തന്നെ PM ശ്രീയെ തള്ളിക്കൊണ്ട് അതിൽ നിന്ന് എങ്ങനെ പിന്മാറാം എന്നതിനെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നും UDF-ൽ അത്തരത്തിൽ ഇത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും പരസ്യമായി വ്യക്തമാക്കി രംഗത്തെത്തിയത്. അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവരുന്ന വാർത്തകൾ അവാസ്തവമാണ്. UDF-ൽ ഏകകണ്ഠേന അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയാൽ ഉണ്ടാകാനിടയുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ട്. അങ്ങനെ ഒരു തീരുമാനം നടപ്പിലാക്കാൻ കഴിയില്ല എന്നുകൂടിയാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെച്ചത്. അതായത് മുന്നണിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായ ഭിന്നത ഉണ്ട് എന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ പരസ്യ പ്രതികരണത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ്. മറ്റൊരു രാഷ്ട്രീയ നയം കൂടി ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് വേണം വായിച്ചെടുക്കാൻ. അതായത് ലീഗ് നേതൃത്വം പ്രതിപക്ഷത്ത് ആയിരുന്ന സമയത്ത് PM ശ്രീ പദ്ധതിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. അങ്ങനെ ഒരു ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ പദ്ധതിയെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ലീഗിന്റെ അണികൾക്കിടയിൽ, പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കാനിടയുള്ള
ആശയക്കുഴപ്പം വളരെ വലുതാണ്. അതിനെതിരെ പോഷക സംഘടനകൾ ഇന്നുവരെ വിമർശനം ശക്തമായതിന് പിന്നാലെയാണ് ഇപ്പോൾ തങ്ങൾ അതിനോട് യോജിക്കുന്നില്ല എന്ന പരസ്യമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് PM ശ്രീ വിഷയത്തിൽ നയപരമായൊരു നിലപാടിലേക്ക് ലീഗ് നേതൃത്വം മാറുന്നത്. അങ്ങനെയെങ്കിൽ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായ ലീഗിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് എങ്ങനെ PM ശ്രീ പദ്ധതിയുമായി ഇനി സർക്കാരിന് മുമ്പോട്ട് പോകാൻ കഴിയും എന്നതാണ് രാഷ്ട്രീയമായി ഏറെ ജിജ്ഞാസ ഉളവാക്കുന്ന ചോദ്യം. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെ അനുകൂലിക്കുന്നില്ല എന്ന് MSF വ്യക്തമാക്കിയിരുന്നു. തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോയാൽ MSF പ്രക്ഷോഭ രംഗത്തുണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി VM റഷാദ് ന്യൂസ് 18നോട് പറഞ്ഞു. PM ശ്രീയിൽ MSF നിലപാടിൽ മാറ്റമില്ല. തെറ്റായ നിലപാടിനെ അനുകൂലിക്കേണ്ട ആവശ്യം MSFന് ഇല്ല എന്നും SFI അല്ല MSF എന്നും റഷാദ് പറഞ്ഞു. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലായിരുന്നു പ്രതികരണം. PM ശ്രീ പദ്ധതിയിൽ നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഒരു നിലക്കും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനെ MSF ഒരു നിലക്കും അംഗീകരിക്കുന്നില്ല. അത് MSFന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് മുമ്പത് പറഞ്ഞതാണ്. പിന്നെ ഇപ്പോഴും MSFന്റെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത് എന്നതാണ് MSFന്റെ അഭിപ്രായം. പുനർജനി കേസ് വിടാതെ CPM. മുഖ്യമന്ത്രി VD സതീശന് കേസിൽ ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് തീരുമാനത്തിനെതിരെ CPM നേതാക്കൾ രംഗത്തെത്തി. തന്റെ ബോസ് അടിപൊളിയാണെന്ന് പറയുന്ന ആദ്യ ആഭ്യന്തരമന്ത്രിയാണ് രമേശ് ചെന്നിത്തലയെന്ന് P രാജീവ് പറഞ്ഞു. മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വിദേശ ഫണ്ട് വാങ്ങിയാൽ എന്താണ് തെറ്റെന്നാണ് ആഭ്യന്തരമന്ത്രി ചോദിക്കുന്നതെന്നും രാജീവ് പറഞ്ഞു. അത്യപൂർവമായിട്ടാണ് ഒരു ആഭ്യന്തരമന്ത്രി തന്റെ ബോസ് വളരെ ശുദ്ധനാണ് എന്ന് റിപ്പോർട്ട് നൽകുന്നത്. കേരളത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി പണം പിരിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഈ പ്രളയത്തിന് ശേഷം മുഖ്യമന്ത്രി, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വിദേശത്ത് പോകാനായിട്ട് അനുമതി ചോദിച്ചത്. അനുമതി നൽകിയില്ലല്ലോ. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അങ്ങനെ പറഞ്ഞെങ്കിൽ അത്ഭുതകരമാണ്. ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ നിയമങ്ങളെല്ലാം മനസ്സിലാക്കണമല്ലോ. മണ്ഡലത്തിൽ വീട് പണിയുന്നതിന് വേണ്ടി വിദേശത്ത് പോയി ഫണ്ട് പിരിച്ചാൽ കുഴപ്പമില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞെങ്കിൽ ആ ക്ലീൻ ചീറ്റ് അദ്ദേഹം തന്നെ കൈപ്പടയിൽ എഴുതിയതായിരിക്കാനാണ് ഇട. നിയമപ്രകാരം അദ്ദേഹം പറഞ്ഞു ഇതുമായി നിങ്ങൾ പറഞ്ഞനുസരിച്ച് അതുമായി ചേർന്ന് നിൽക്കുന്നതല്ല ഈ കുറ്റവിമുക്തനാക്കുന്ന നടപടി. പ്രതിഷേധം തുടരാനാണ് CPM തീരുമാനമെന്നും എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷും വ്യക്തമാക്കി. വിജിലൻസിന്റെ പരിധിയിൽ നിൽക്കുന്ന കേസല്ല, കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും CPM ആവശ്യപ്പെട്ടു. ഒരു ഭരണാധികാരി അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്ന ഒരു കേസ് നിലനിൽക്കുമ്പോൾ അത് നിയമപരമായ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പരിശോധന കുറെ കൂടി ഉയർന്ന രൂപത്തിൽ നടക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശം തന്നെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെയെല്ലാം അട്ടിമറിക്കാൻ വേണ്ടി തന്റെ മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രിയെ കൊണ്ട് പ്രഖ്യാപനം നടത്തി ക്ലീൻ ചീറ്റ് കൊടുക്കുന്നത് ഒരു വിചിത്രമായ രീതിയാണ്. അത് അംഗീകരിക്കപ്പെടാൻ കഴിയില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകരും ജനങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നാളിതുവരെ ഇത്തരത്തിലുള്ള വിജിലൻസിന്റെ റിപ്പോർട്ടുകൾ എന്തെങ്കിലും വന്നാൽ അതിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ബഹുമാനപ്പെട്ട കോടതിക്കകത്ത് സമർപ്പിച്ചു എന്ന വാർത്ത നിങ്ങൾ കൊടുക്കുമ്പോഴാണ് കേരളത്തിന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ആഭ്യന്തരമന്ത്രി തന്നെ ക്ലീൻ ചീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇനി അതിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യവും പറയാനില്ലാത്ത രൂപത്തിലേക്കാണ് അത് പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇത് തെറ്റാണ്, അധികാര ദുർവിനിയോഗമാണ്, കേരളത്തിന് അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുക. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. അയോധ്യ സംഭാവന കൊള്ള, CJP സമരക്കാർക്കെതിരായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ ബഹളം. माननीय सदस्यगण, मैंने कई बार आग्रह किया है आपसे, प्रश्नकाल महत्वपूर्ण समय होता है, माननीय सदस्यों का है और आज शेष पटेल आपके कांग्रेस के माननीय सदस्य का है। आप प्रश्नकाल के अंदर नियोजित तरीके से गतिरोध पैदा मत करिए। आप सदन को चलने दें। प्रश्नकाल प्रियंका जी का भी आज प्रश्नकाल में क्वेश्चन है और वह खड़ी है प्रश्न पूछने के लिए, लेकिन आप सदन बाधित कर रहे हैं. അയോധ്യ സംഭാവന കൊള്ളയിൽ പാർലമെന്റ് വളപ്പിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. കാവി ധരിച്ചെത്തിയ സ്വതന്ത്ര MP പപ്പു യാദവ് BJPയെ ട്രോളി സംഭാവന കൊള്ള അഭിനയിച്ചു.
मोबाइल ने पूछा उठाइए ना, हमें काम करने दीजिए यार। വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ആർ കിരൺ ബാബു ചേരുകയാണ്. കിരൺ, തുടർച്ചയായ ദിവസങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ അയോധ്യ കൊള്ളയിലേക്ക് കൂടി പ്രതിപക്ഷ സമരം നീളുന്നതാണ് കാണുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, 11 ദിവസവും ഏറെക്കുറെ സമാനമായ സംഭവങ്ങൾ തന്നെയാണ് പാർലമെന്റിൽ ഇറങ്ങിയത്. ഇതിനിടയിൽ ഒന്നോ രണ്ടോ ബില്ലിന്റെ ചർച്ചയിൽ മാത്രമാണ് പ്രതിപക്ഷം സഹകരിച്ചത്. ഒരു ബില്ലിന്റെ പരീക്ഷാ ഭേദഗതി ബില്ലിന്റെ ചർച്ചയിൽ മാത്രമാണ് രാജ്യസഭയിലും ലോക്സഭയിലും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉന്നയിച്ച ആവശ്യം തന്നെയാണ് ഇന്നും പ്രധാനമായും ഉന്നയിച്ചത്. CJP പ്രവർത്തകർ നടത്തിയ സമരത്തിന് നേരെ നടത്തിയ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നുള്ളതായിരുന്നു. ഇന്നും അമിത്ഷാ സഭയിൽ എത്തിയിരുന്നില്ല. ഇന്നും അമിത്ഷാ എവിടെ എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അമിത്ഷായ്ക്ക് സഭയിൽ വരാൻ ഭയമാണ്. അമിത്ഷാ പ്രസ്താവന നടത്തണം ഒരു ആവശ്യം ഉന്നയിച്ചു ാണ് രാജ്യസഭയിലും ലോക്സഭയിലും ഒരുപോലെ തന്നെ പ്രതിപക്ഷം യോജിച്ച് വലിയ പ്രതിഷേധം ഉയർത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം അയോധ്യയിലെ സംഭാവന കൊള്ള വിഷയമായിരുന്നു. സംഭാവന കൊള്ള വിഷയം ഉയർത്തിയും ഇന്ന് ഇരു സഭകളിലും രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തുകയും ബഹളം വെക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് പലതവണ നിർത്തിവെച്ച ശേഷം രാജ്യസഭയും ലോക്സഭയും വരുന്ന തിങ്കളാഴ്ചയ്ക്ക് വരെ പിരിയുകയായിരുന്നു. സഭാ കവാടത്തിൽ ഇന്ന് മറ്റൊരു രസകരം കൗതുകകരമായ ഒരു പ്രതിഷേധം കൂടി അരങ്ങേറി. ഇന്നലെയുമൊക്കെ അയോധ്യ സംഭാവന കൊള്ള വിഷയത്തിൽ അവിടെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പപ്പു യാദവ് ബീഹാറിൽ നിന്നുള്ള സ്വതന്ത്ര എം പിയാണ്. മുമ്പ് RJDയുടെ ഭാഗമൊക്കെ ആയിരുന്ന MP ആണ് പപ്പു യാദവ് ഒരു കാവി വേഷം ധരിച്ചെത്തി അവിടെ അയോധ്യയിൽ സംഭാവന വാങ്ങിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ആ സംഭാവന വാങ്ങിക്കുന്ന പണം തട്ടിയെടുക്കുന്നു. ഒരു പ്രതീകാത്മകമായി ട്രോളുക എന്നൊക്കെ പറയുന്നത് പോലെ അത്തരം ഒരു ട്രോൾ വീഡിയോ മട്ടിലാണ് പപ്പു യാദവ് ഇന്ന് അവിടെ ഒരു പ്രതിഷേധം അരങ്ങേറിയത്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ തന്നെ അത് വലിയ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മുദ്രാവാക്യം വിളിക്കുകയും സഭയിൽ വലിയ വിഷയങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പപ്പു യാദവ് ഈ പ്രതിപക്ഷ സമരനിരയുടെ മുന്നിൽ നിന്ന് നടത്തിയ ഈ നാടകം അല്ലെങ്കിൽ ഈ ട്രോൾ വലിയ തോതിൽ ചർച്ചയായിരിക്കുകയാണ്. എന്തായാലും സഭാ ആത്മാഹൂതി എന്നും ബാബു പറഞ്ഞു. ഈ ഒരു ആത്മാഹൂതി എന്നുള്ളത് സമൂഹത്തിന് വേണ്ടി ചെയ്തൊരു ഉദാത്തമായ കർത്തവ്യമാണ്. അന്ന് അവിടെ നടന്ന നടപടിക്രമങ്ങൾ ശരിയായിരുന്നു എന്ന് സമൂഹമാണ് ചർച്ച ചെയ്യേണ്ടത്. അത് വാസ്തവത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല. തീർച്ചയായിട്ടും ഇത് നിരാശാജനകം തന്നെയാണല്ലോ. കാരണം 23.5 വർഷം കാത്തിരിക്കുകയാണ്. അത് തന്നെ ഏറ്റവും വലിയ നിരാശാകരമായ ഒരു കാര്യമാണ്. കൂടാതെ ഈ വിധി പ്രസ്താവം പിന്നെ അനുജൻ്റെ കൊലപാതക കേസിൽ മുഴുവൻ ആൾക്കാരെ വെറുതെ വിട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും നിരാശാജനകമാണ്. എൻ്റെ പിതാവ് 5 വർഷം മുമ്പാണ് മരണപ്പെട്ടത്. അപ്പോൾ അതുവരെയും അന്വേഷിക്കുമായിരുന്നു ഈ കേസിൻ്റെ സ്ഥിതി എന്തായി. അത് എനിക്കിപ്പോൾ തോന്നുന്നു അദ്ദേഹം ഈ വിധി കേൾക്കാനില്ലാതിരുന്നത് നല്ലതായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. വിവാദങ്ങൾക്കിടെ തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗം ഇന്ന് നടക്കും. കൌൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാതിരുന്നാൽ ഉണ്ടാകുന്ന അയോഗ്യത മറികടക്കാൻ ആർ സുഗതൻ അഭിഭാഷകൻ മുഖേന മേയർക്ക് അവധി അപേക്ഷ നൽകിയിട്ടുണ്ട്. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന BJP വാഴോട്ടുകോണം കൌൺസിലർ ആർ സുഗതന്റെ അവധി അപേക്ഷയ്ക്ക് നിയമപരമായ അടിത്തറയില്ല എന്നും അത് അംഗീകരിക്കാൻ അനുവദിക്കില്ല എന്നുമാണ് LDF, UDF മുന്നണികളുടെ നിലപാട്. ഈ യോഗത്തിലും സുഗതൻ വിട്ടുനിന്നാൽ 3 കൌൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാത്ത സാഹചര്യം ഉണ്ടാകും. പാളയം പഴയ മാർക്കറ്റ് ഓണത്തിന് ശേഷം ഒഴിപ്പിക്കുമെന്ന് കോഴിക്കോട് മേയർ. പുതിയ മാർക്കറ്റിലേക്ക് കച്ചവടക്കാർ മാറണം. പഴയ മാർക്കറ്റ് കെട്ടിടം ഏതു നിമിഷവും തകർന്നു വീഴാമെന്നാണ് NIT റിപ്പോർട്ടെന്നും മേയർ അറിയിച്ചു. അജണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഡേറ്റ് വെച്ച് ആ ഡേറ്റിനകം ഇവിടെ നിന്ന് ലൈസൻസികളെ പുതിയ മാർക്കറ്റിലേക്ക് മാറ്റുന്നതിനും അതുവരെയുള്ള അവരുടെ വാടക കുടിശ്ശിക പൂർണ്ണമായി ഈടാക്കി പുതിയ സ്ഥലത്ത് അവർക്ക് ലൈസൻസ് അനുവദിക്കാനുമാണ് തീരുമാനമുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് കക്ഷി നേതാക്കൾ പറഞ്ഞു ഒന്നുകൂടെ ആലോചനയാവാം എന്ന്. അതുകൊണ്ട് തൽക്കാലം അജണ്ട ഇത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അനുകൂല തീരുമാനത്തിന് സഹായകരമല്ലേ, ആ അഭിപ്രായം കൂടി പരിഗണിച്ച് അജണ്ട മാറ്റിവെക്കുക ചെയ്യും. ഈ വ്യാപാരികൾ ഇപ്പോഴും പഴയ നിലപാടത്തിന് ഉറച്ചു നിൽക്കുകയാണ്. അപ്പം നമ്മുടെ മുന്നിൽ എന്തെങ്കിലും പുതിയൊരു ഫോർമുല ഉണ്ടോ? പുതിയ ഫോർമുല ഇല്ല. നേരത്തെ മാറണം എന്നുള്ളത് തന്നെയാണ് ഫോർമുല. പുതിയ മാർക്കറ്റിലേക്ക് മാറുക എന്നുള്ളത് തന്നെയാണ്. അതല്ലാതെ വേറൊരു വഴിയില്ലല്ലോ. കോർപ്പറേഷന് മുന്നിൽ മറ്റൊരു വഴിയില്ല. അതെ, ഈ കെട്ടിടം മാർക്കറ്റ് പുതിയ മാർക്കറ്റിലേക്ക് മാറണം എന്നുള്ളത് ഒരു പ്രധാനം. രണ്ടാമത്തത് NITയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ അപകടകരമാണ്. മറ്റൊരു കെട്ടിടത്തെ പോലെയല്ല ആ കെട്ടിടത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഒരു തരത്തിലും അത്
റിപ്പയർ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അത്ര അപകടകരമായ നിലയിലേക്കാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അതിൻ്റെ അകത്ത് മാർക്കറ്റ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നിയമപരമായി സാധ്യമല്ലാത്ത കാര്യമാണ്. അനുവദിക്കാനും കോർപ്പറേഷന് കഴിയുന്നതല്ല. MS അനീഷ് കുമാർ ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം ചൂണ്ടിക്കാട്ടി, റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി, അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടിയോട് അന്ത്യശാസനം എന്ന നിലയിലാണ് മേയർ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇത് ഉൾക്കൊള്ളുമോ കച്ചവടക്കാർ? എന്താണ് സാഹചര്യം? രേണുക, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ കോർപ്പറേഷന്റെ മുന്നിൽ കീറാമുട്ടിയായി മാറിയിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പഴയ പാളയം മാർക്കറ്റിന്റെ ഒഴിപ്പിക്കൽ. പുതിയ കല്ലുത്താൻ കടവിൽ പുതിയ മാർക്കറ്റ് ഏതാണ്ട് 100 കോടിയിലധികം രൂപ മുടക്കി നിർമ്മാണം പൂർത്തിയായി വർഷങ്ങൾ കഴിയുന്നു. ഒപ്പം അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ നിർവഹിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഈ കച്ചവടക്കാരെ അവിടേക്ക് മാറ്റാനുള്ള ശ്രമം പൂർണ്ണമായും ചെറുത്ത് തോൽപ്പിക്കുകയായിരുന്നു. വലിയ ക്രമസമാധാന പ്രശ്നമായി തന്നെ അത് മാറുകയും ചെയ്തു. വലിയ പ്രക്ഷോഭമാണ് കച്ചവടക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ പുതിയ ഭരണസമിതി എത്തി മാസങ്ങൾ പിന്നിടുമ്പോൾ ഈ പാളയം മാർക്കറ്റിനെ ഒഴിപ്പിച്ച് പുതിയ മാർക്കറ്റിലേക്ക് മാറ്റാനുള്ള ശ്രമവുമായി വീണ്ടും അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് NITയുടെ ഒരു പഠന റിപ്പോർട്ട് കോർപ്പറേഷൻ ലഭിച്ചത്. ഒരു തരത്തിലും ആളുകൾക്ക് തുടരാൻ കഴിയുന്നതല്ല ആ പാളയം മാർക്കറ്റ്. അത് ഏത് നിമിഷവും വേണമെങ്കിൽ ഇടിഞ്ഞു വീഴാം എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം ഒരു തരത്തിലുമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി വീണ്ടും അത് അവിടെ തന്നെ തുടരാൻ അനുവദിക്കാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ പാളയം മാർക്കറ്റ് ഒഴിപ്പിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്നത്. നേരത്തെ പല വിധത്തിലുള്ള എതിർപ്പുകൾ കച്ചവടക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു പരിധിവരെ പരിഹരിച്ചെങ്കിലും ഒരു ന്യൂനപക്ഷം ഇപ്പോഴും എതിർപ്പുമായി രംഗത്തെത്തുകയാണ്. പക്ഷേ അവരെ വകവെച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് മേയർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഓണത്തിന്റെ കച്ചവടത്തിന് ശേഷം കച്ചവടക്കാരെ പുതിയ മാർക്കറ്റിലേക്ക് നീക്കാൻ തന്നെയാണ് കോർപ്പറേഷന്റെ തീരുമാനം. അതിന്റെ കൃത്യമായ തീയതി അടുത്ത കൗൺസിൽ യോഗത്തിന് ശേഷം കോർപ്പറേഷൻ പ്രഖ്യാപിക്കും. രേണുക, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലേക്ക് മിൽമയുടെ നെയ്യ് വേണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ച് അപ്പവും അരവണയും ഉണ്ടാക്കും. മിൽമ നെയ്യ് ക്രമക്കേടിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും K. ജയകുമാർ പറഞ്ഞു. ഇപ്പോൾ ഈ പരാതി വരുന്നതിന് മുമ്പ് തന്നെ, ഇത് മിൽമയിലെ അന്വേഷണമൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഈ വർഷത്തെ അരവണ നിർമ്മാണത്തിനും മറ്റും നമ്മൾ പല സാധനങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിച്ചല്ലോ, ശർക്കര മറ്റേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ആ കൂട്ടത്തിൽ എന്തായാലും നെയ്യ് വാങ്ങേണ്ടതില്ല പുറത്തുനിന്ന് എന്നൊരു തീരുമാനം ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഇത്രയും നെയ്യ് വരുന്ന ശബരിമലയിൽ ഇനി നെയ്യ് വീണ്ടും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നൊരു യുക്തിസഹമായ തീരുമാനം നേരത്തെ എടുത്തിരുന്നു. അത് ഇത് കാരണം കൊണ്ട് എടുത്തതല്ല. ഇപ്പോൾ അത് ആ തീരുമാനം നല്ലതായെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്. അപ്പോൾ അവിടെ വന്ന നെയ്യ്, മിൽമ സപ്ലൈ ചെയ്ത നെയ്യിൽ ദോഷമുണ്ടായിരുന്നു എന്നുള്ളത് ഇനിയിപ്പോൾ എങ്ങനെ പരിശോധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഫുഡ് സേഫ്റ്റിക്കാരുടെ ലബോറട്ടറിയിൽ സാമ്പിൾ പരിശോധിച്ചിട്ടാണ് മിൽമ തന്നിട്ടുള്ള എല്ലാ നെയ്യും മുകളിൽ കയറ്റിയിട്ടുള്ളത്. അതിലെന്തെങ്കിലും പോരായ്മ ഉള്ളതായിട്ട് ഇതുവരെ ഒരു പരാതി ഉയർന്നിരുന്നില്ല. ഇനിയിപ്പോൾ ഇത് ഉപയോഗിച്ച് പോയ നെയ്യ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഞങ്ങൾ വാങ്ങുന്നില്ല ഇനിയിപ്പോൾ. കോഴിക്കോട് CPM നേതാവ് സ്കൂൾ പ്രധാന അധ്യാപകനെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വർഗീയവാദി എന്ന് പരാമർശിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. CPM കാരശ്ശേരി നോർത്ത് ലോക്കൽ സെക്രട്ടറിയും കാരശ്ശേരി പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗവുമായ K. ശിവദാസനെതിരെയാണ് പരാതി. കരമൂല കുമാരനെല്ലൂർ GLP സ്കൂളിലെ പ്രധാന അധ്യാപകനായ ജുമാൻ TKക്കെതിരെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. വർഗീയ പരാമർശത്തിൽ പ്രതിഷേധിച്ച് അധ്യാപകർ PTA കമ്മിറ്റിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി നൽകി. കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാരമൂലയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ പഞ്ചായത്തിന്റെ ആസൂത്രണ സമിതി അംഗവുമായിട്ടുള്ള വ്യക്തി വർഗീയ പരാമർശം നടത്തി ഫേസ്ബുക്കിലൂടെ. അതിനെതിരെ വ്യാപകമായിട്ട് പല പ്രതിഷേധങ്ങളും ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള സ്കൂളിലെ PTAയും അവിടെയുള്ള അധ്യാപകരും MPT അടക്കമുള്ള നാട്ടുകാരൊക്കെ ഒപ്പിട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാമർശം പിൻവലിക്കണം, അദ്ദേഹം മാപ്പ് പറയണമെന്ന്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സമരങ്ങളിലെ കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നടപടികളുമായി മുന്നോട്ടു പോകേണ്ട എന്ന നിർദ്ദേശം DGPക്ക് നൽകിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അപ്പം അതുമായി ബന്ധപ്പെട്ട് കുറേ കേസുകൾ കേരള പോലീസ് എടുത്തിട്ടുണ്ട്. ആ കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തുഷാർ ഗാന്ധി, അതോടൊപ്പം തന്നെ ധാരാളം പ്രമുഖരായ വ്യക്തികൾ മുഖ്യമന്ത്രിക്കും എനിക്കും കത്തുകൾ നൽകിയുണ്ടായി. മുഖ്യമന്ത്രിക്ക് ലഭിച്ച കത്തുകളെല്ലാം അദ്ദേഹം
ആഭ്യന്തരമന്ത്രി എന്നുള്ളത് എനിക്ക് നൽകി. ഞാൻ ഇന്ന് ആ കേസുകൾ ഇനിയും മുന്നോട്ട് പോകണ്ട എന്ന നിർദ്ദേശം DGPക്ക് നൽകിയിട്ടുണ്ട്. പല കേസുകളിൽ FIR എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു പൊതുവായ കേസാണ്. സുപ്രീം കോടതി വരെ ഈ കേസിൽ വളരെ പോസിറ്റീവായ സമീപനമാണ് സ്വീകരിച്ചത്. ഇവിടെ അക്രമ സംഭവങ്ങളൊന്നും പ്രത്യേകിച്ച് നടന്നിട്ടില്ല. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്ത എല്ലാ FIRലും ഇനിയും നടപടികളുമായി മുന്നോട്ട് പോകണ്ട എന്ന നിർദ്ദേശം ഞാൻ DGPക്ക് നൽകിയിട്ടുണ്ട്. എത്ര കേസുകളാണെങ്കിലും അതുമായി ഇനിയും ആ കേസ് തുടർ നടപടികൾ വേണ്ട എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 50 ദിവസത്തിലധികം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ബോട്ടുകൾ ഇന്ന് അർദ്ധരാത്രിയോടെ കടലിലേക്ക്. വറുതിയുടെ ദിവസങ്ങൾക്ക് ശേഷം ട്രോളിംഗ് അവസാനിക്കുമ്പോൾ കേരളത്തിന്റെ തീരമേഖലയിൽ നിന്ന് ഏതാണ്ട് 4000-ഓളം ബോട്ടുകളാണ് മത്സ്യബന്ധനത്തിന് തയ്യാറെടുക്കുന്നത്. പ്രതീക്ഷകളോടെ കടലിന്റെ സമൃദ്ധിയെ വീണ്ടും ആശ്രയിക്കുമ്പോഴും കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളും കാലാവസ്ഥാ ആശങ്കകളും മത്സ്യത്തൊഴിലാളികളെയും ബോട്ടുടമകളെയും ഒരുപോലെ അലട്ടുന്നുണ്ട്. 50 മാസം നീണ്ട ട്രോളിംഗ് നിരോധനം അവസാനിക്കുകയാണ്. 1-ാം തീയതിയോടുകൂടിയ വീണ്ടും ബോട്ടുകൾ കടലിലേക്ക് പോകുന്നു. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്തെ കാളമുക്ക് എന്ന് പറയുന്ന ഹാർബറാണ്. ഇവിടെ നിരവധിയായ ബോട്ടുകൾ ഇവിടെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ സർവീസുകൾ നടത്തുന്നുണ്ട്. ഉപജീവനത്തിന് വേണ്ടി നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ തൊഴിലന്വേഷിക്കുന്ന നിരവധിയായ ആളുകളുണ്ട്. കൂടുതലും തമിഴ്നാട്, പ്രത്യേകിച്ച് കുളച്ചൽ, കന്യാകുമാരി, ട്രിച്ചി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന നിരവധിയായ തൊഴിലാളികൾ ഇവിടെയുണ്ട്. ഇവിടെ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ കൂടി ഇതിൽ പങ്കാളികളായിരുന്നു. കഴിഞ്ഞ ഏതാണ്ട് ഒരു 1.5 മാസത്തോളമായ ഒരു സമയമെന്നത് ഈ തൊഴിലാളികൾ ചിലരെങ്കിലും വീട്ടിലേക്ക് പോയിരുന്നു. വീട്ടിലേക്ക് പോയിട്ട് മടങ്ങി വരികയായിരുന്നു ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. അവർ പലർക്കും തന്നെ ഇത് ഒരു സംശയവും വേണ്ട, തൊഴിലാളികൾക്ക് ഇത് വറുതിയുടെ നാളുകളായിരുന്നു. കാരണം അവരുടെ ഒരു ഉപജീവന മാർഗമായ അവിടെയാണ് ഈ ട്രോളിംഗ് നിരോധനം എല്ലാം തന്നെ. അത് ഒരു മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായും വരുത്തുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിനിടയിൽ ഈ സംഭവിക്കുന്നത് ചിലരെല്ലാം തന്നെ മറ്റു തൊഴിലുകൾക്ക് പോകുന്നു. പക്ഷേ മത്സ്യത്തൊഴിലാളികളായിരുന്നവർ ഇത് മറ്റു ഉപജീവന മാർഗങ്ങളിലേക്ക് തിരിയാൻ കഴിയാതെ പോകുന്നവരുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ സ്വാഭാവികമായി ഇവർക്കൊരു വറുതിയുടെ നാളുകളായിരുന്നു എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. 50 ദിവസം കഴിഞ്ഞ് നാട്ടിൽ നിന്നിട്ട് വന്നിരിക്കുകയാണ്. ഇന്നലാണ് വന്നത് പണിക്ക് പോകാൻ. വന്നിട്ട് പണി നോക്കിയിട്ട് പണിക്ക് പോകാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. കുറെ ആൾ പണിക്ക് പോയി, കുറെ ആൾ പണിക്ക് പോകാതെ റെസ്റ്റ് എടുത്തതാണ്. അത് 100 ആളുണ്ടെങ്കിൽ 90 ആൾ പണിക്ക് പോകും, 10 ആൾ റെസ്റ്റ് എടുക്കും. ഈ ആളെല്ലാം പണിക്ക് പോയ ആളാണ്. തൂത്തുകുടിയെല്ലാം പണിക്ക് പോയ ആളാണ്. നമ്മൾ പണിക്ക് പോയില്ല, അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നു. ഇന്ന ദിവസം കട വാങ്ങി മേടിച്ച് കളിച്ചതില്ലേ. പണിക്ക് പോയാൽ അത് വീട്ടാൻ പറ്റുള്ളൂ, കട വാങ്ങി വീട്ടുള്ളൂ. പണി പോയിട്ട് ഈ 1.5 മാസമെങ്കിൽ 1 ലക്ഷം കട ഉണ്ടാവും. അവിടെ ഈ സമയത്താണ് നമ്മുടെ പെരുന്നാൾ അവിടെ വരും. പെരുന്നാളൊക്കെ ഈ സമയത്ത് കല്യാണം അവിടെ കൂടുതലുണ്ടാവും. എന്തായാലും ഈ ദിവസങ്ങളിലെല്ലാം തിരിച്ച് വീണ്ടും കടലിലേക്ക് പോകാനുള്ള, മത്സ്യബന്ധനത്തിന് പോകാനുള്ള വിപുലമായ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് ഓരോ ഇടങ്ങളിലും എല്ലാം തന്നെ നടക്കുന്നത്. വല ഒരുക്കുക, അതോടൊപ്പം അതിന്റെ കേടുപാടുകൾ പരിഹരിക്കുക, ഒപ്പം തന്നെയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ബോട്ടുകൾ കടലിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനു വേണ്ട രീതിയിലുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. വലിയ രീതിയിലുള്ള ഒരു മത്സ്യബന്ധനത്തിന് വേണ്ടിയുള്ള വലിയ തയ്യാറെടുപ്പുകളടക്കം പൂർത്തിയാക്കണം. വലകൾ, കയറുകൾ, അതോടൊപ്പം തന്നെ ഭക്ഷ്യ സാധനങ്ങൾ ഇതെല്ലാം തന്നെ കരുതി കടലിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് നമ്മളിവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം. മറ്റ് ഇടങ്ങളിൽ നിന്നെല്ലാം തന്നെ വരുന്ന ആളുകളുണ്ട്, തൊഴിലാളികൾ. അവരെല്ലാവരും ഓരോ ദിവസങ്ങളിലായിട്ട് ഈ ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തിയിരിക്കും. നിങ്ങൾ ഇവിടെയാണോ? പത്തനംതിട്ട കോന്നി കാട്ടാത്തി ഉന്നതയിലെ ഊരുമൂപ്പൻ മോഹൻദാസിന്റെ മൃതദേഹം ഉൾക്കാട്ടിൽ കണ്ടെത്തി. 1 മാസം മുൻപാണ് മോഹൻദാസിനെ കാണാതായത്. കോടതിയിൽ നിന്ന് സമൻസ് വന്നതിന് പിന്നാലെയായിരുന്നു മോഹൻദാസ് കാട് കയറിയത്. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശി, എന്താണ് പ്രാഥമിക നിഗമനം? ഏതെങ്കിലും അപകടം സംഭവിച്ചതാണോ അതോ? രേണുക, 1 മാസം മുമ്പാണ് ഈ കാട്ടാത്തിപ്പാറ ഉന്നതിയിലെ ഊരുമൂപ്പൻ മോഹൻദാസിനെ കാണാതാകുന്നത്. അന്ന് മുതൽ പോലീസും അതുപോലെ തന്നെ വനം വകുപ്പും നാട്ടുകാരും ഒക്കെ തെരച്ചിൽ നടത്തിയിരുന്നു. കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് വീണ്ടും ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. അപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴ്
വീണ്ടും തിരച്ചിൽ സജീവമായ സമയത്താണ് ഈ ഉരുമുപ്പനെ കോന്നി കാട്ടാത്തിപ്പാറയിലെ ഉൾവനത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ ഉരുമുപ്പന് നിലവിൽ ഒരു കേസ് ഉണ്ടായിരുന്ന സമൻസ് കോടതിയിൽ നിന്ന് വന്നിരുന്നു. ആ സമൻസ് വന്നതിന് പിന്നാലെയാണ് വീട്ടിൽ നിന്നും ഉരുമുപ്പൻ കാട് കയറിയത്. എന്തായാലും അയൽ വീട്ടുകാരുമായി ഒരു തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിന്റെ പേരിലാണ് ഈ സമൻസ് വന്നത്. അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പാക്കി വിട്ട കേസാണ്. അതിനുശേഷം പിന്നെയും കോടതിയിൽ നിന്ന് ഈ സമൻസ് വന്നതാണ് ഉരുമുപ്പനെ അതിന് പിന്നാലെ അതിൽ ഭയന്നാണ് ഉരുമുപ്പൻ കാട്ടിൽ പോയെന്നാണ് ഈ ബന്ധുക്കൾ, ഉരുമുപ്പന്റെ മോഹൻദാസിന്റെ ബന്ധുക്കൾ പറയുന്നത്. അന്ന് മുതൽ തിരച്ചിൽ നടത്തിയത് പിന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തായാലും ഇന്ന് വനം വകുപ്പ് നടത്തിയ തിരച്ചിലാണ് ഉൾക്കാട്ടിലെ മരത്തിൽ തൂങ്ങി മരിച്ചതിൽ മോഹൻദാസിനെ കണ്ടെത്തുന്നത്. കൃഷ്ണനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കല്ലൂരാവിലെ എൻഡോസൾഫാൻ ദുരിതബാധിത സാനിയ മരിച്ചു. ജന്മനാ കിടപ്പിലായിരുന്നു. അസുഖം കൂടിയതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 20 വയസ്സായിരുന്നു. കാസർഗോഡ് വയറുവേദനയെ തുടർന്ന് ചികിത്സയിലായിരുന്ന പടന്നക്കാട് സ്വദേശിനി മരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാത്രിയോടെയാണ് മരണം. അതേസമയം കാഞ്ഞങ്ങാട് സ്വകാര്യ ആശുപത്രിയിൽ പരിശോധനയ്ക്കിടെ ഡോക്ടറോട് യുവതി എലിവിഷം കഴിച്ചതായി മൊഴി നൽകി. ഇതേ തുടർന്ന് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് നടപടികൾ തുടങ്ങി. വെമ്പായം ബാറിലെ തീവയ്പിൽ ഒരാൾ കൂടി മരിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തേക്കട സ്വദേശി നൌഫലാണ് മരിച്ചത്. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ നന്നാട്ടുകാവ് സ്വദേശി അനീഷും പൊള്ളലേറ്റ നവാസും നേരത്തെ മരിച്ചിരുന്നു. സംഘത്തിലുണ്ടായിരുന്ന മറ്റൊരു യുവാവ് രതീഷ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചിരുന്നു. കൊല്ലം കടവൂരിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. പാൽക്കുളങ്ങര സ്വദേശി രാജുവാണ് കൊല്ലപ്പെട്ടത്. മദ്യലഹരിയിൽ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെയായിരുന്നു കൊലപാതകം. 1-ാം പ്രതി ശ്യാംകുമാർ ഒളിവിലാണ്. 2-ാം പ്രതി മഹേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാജു എന്ന ആനയുടെ 3-ാം പാപ്പാനാണ് കൊല്ലപ്പെട്ട രാജു. കൊല്ലം നീണ്ടകരയിൽ തിരയിൽപ്പെട്ട് ബോട്ട് മറിഞ്ഞ ഒരാൾ മരിച്ചു. 2 പേരെ കാണാതായി. അഴീക്കൽ സ്വദേശി രാജീവാണ് മരിച്ചത്. കാണാതായ രാധാകൃഷ്ണൻ, മകൻ ഗൗതം എന്നിവർക്കായി തെരച്ചിൽ തുടരുന്നു. അപകട സമയത്ത് 14 പേർ ബോട്ടിലുണ്ടായിരുന്നു. പാലക്കാട് നെല്ലിയാമ്പതിയിൽ വാഹനങ്ങൾ തടഞ്ഞ കാട്ടാന. ചുരം പാതയിലാണ് ഇന്നലെ കാട്ടാന ഇറങ്ങി നിലയുറപ്പിച്ചത്. ഇതോടെ KSRTC ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുടുങ്ങി. യാത്രക്കാർ ഭീതിയിലായി. ഏറെ നേരത്തിനു ശേഷം ആന കാട്ടിലേക്ക് പോയതോടെയാണ് ഗതാഗതം പുനരാരംഭിച്ചത്. പാലക്കാട് തിരുവിഴാംകുന്ന് ഫാമിൽ ഒറ്റയാനിറങ്ങി. മലപ്പുറം ജില്ലയിലെ തുവ്വൂരിൽ നിന്ന് വനംവകുപ്പ് തുരത്തിയ ഒറ്റയാനാണ് കിലോമീറ്ററുകൾ താണ്ടി മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് ഫാമിലെത്തിയതെന്നാണ് വിവരം. ജനവാസ മേഖലകളിലൂടെ ആന പോകുന്ന CCTV ദൃശ്യങ്ങളും മൊബൈൽ ദൃശ്യങ്ങളും പുറത്തുവന്നു. മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പഴയ മൂന്നാർ മേഖലയിൽ കാട്ടാന എത്തിയതിനൊപ്പം പടയപ്പ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിലുമെത്തി. രാത്രിയും പകലും വ്യത്യാസമില്ലാതെ കാട്ടാനകൾ തോട്ടം മേഖലകളിൽ ഇറങ്ങുന്നത് തൊഴിലാളികളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഒറ്റപ്പാലത്ത് സീബ്ര ലൈനിൽ അപകടം. റോഡ് കുറുകെ കടന്നിരുന്ന വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്കേറ്റു. ഒറ്റപ്പാലം 19-ാം മൈൽ സ്വദേശിയായ സിൻസിയയ്ക്കാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. യുവതിയെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡിലേക്ക് ഓടിയ 2 വയസ്സുകാരന് പാലക്കാട് കാറിടിച്ചു പരിക്ക്. പാലക്കാട് തൃത്താല പടിഞ്ഞാറടയിൽ റോഡിലേക്ക് ഓടിയിറങ്ങിയ 2 വയസ്സുകാരനാണ് കാർ തട്ടി പരിക്കേറ്റത്. റോഡരികിലുണ്ടായിരുന്ന കടയിൽ നിന്ന് കുട്ടി അപ്രതീക്ഷിതമായി റോഡിലേക്ക് ഓടിയിറങ്ങുന്നതിനിടെയാണ് അതുവഴി എത്തിയ കാർ ഇടിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു.
കോഴിക്കോട് തോട്ടുമുക്കത്ത് കനത്ത മഴയിൽ വീടിന്റെ ചുറ്റുമതിൽ തകർന്നു. തെക്കേത്തൊടി ഹുസൈന്റെ വീടിന്റെ ചുറ്റുമതിലാണ് ശക്തമായ മഴയിൽ പുലർച്ചെ 3 മണിയോടെ തകർന്നത്. അടുത്ത വീടിന്റെ മുറ്റത്തേക്കാണ് മതിൽ തകർന്നു വീണത്. ആയുധം വെച്ച് കീഴടങ്ങാൻ ഹമാസ്. ഗസയിൽ ഹമാസും മറ്റ് സായുധ ഗ്രൂപ്പുകളും സമ്പൂർണ്ണ നിരായുധീകരണ കരാറിലെത്തി. ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ 6 മാസം മുൻപാണ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ അമേരിക്ക മുൻകൈയെടുത്ത് 20 സമാധാന പദ്ധതിക്ക് രൂപം നൽകിയത്. ഹമാസ് നിരായുധീകരണത്തിന് തയ്യാറായാൽ ഇസ്രയേൽ സൈന്യം പിൻവാങ്ങുമെന്നാണ് 20 സമാധാന പദ്ധതിയിലെ വ്യവസ്ഥ. എന്നാൽ ഇസ്രയേൽ ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഈജിപ്ത്, ഖത്തർ, ടർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഹമാസുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് നിരായുധീകരണത്തിനുള്ള തീരുമാനം. ഇതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നന്ദി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പിടിമുറുക്കുമ്പോൾ അന്താരാഷ്ട്ര സമുദ്രപാത സുരക്ഷിതമാക്കാനും കപ്പലുകൾക്ക് സംരക്ഷണം നൽകാനും നാവിക പ്രതിരോധ സഖ്യത്തിന് രൂപം നൽകി സൗദി അറേബ്യ. സഖ്യധാരണയിൽ 14 രാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ഭീഷണി അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കം. 43 രാജ്യങ്ങളുടെയും യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികളുടെയും പ്രതിരോധ സഖ്യ രൂപീകരണത്തിന് ക്ഷണിച്ചിരുന്നു. ടർക്കി, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, ജോർദാൻ, ഈജിപ്ത്, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളാണ് സഖ്യധാരണയിൽ ഒപ്പുവെച്ചത്. എന്നാൽ UAEയും ഒമാനും ഒപ്പുവെച്ചിട്ടില്ല. ബാബൽ മൻദെബ് കടലിടുക്ക്, ചെങ്കടൽ, ഏദൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലൂടെയുള്ള ചരക്ക് ഗതാഗതം സുരക്ഷിതമാക്കാനാണ് മൾട്ടിനാഷണൽ മാരിടൈം ഡിഫൻസ് അലയൻസ് രൂപീകരണം. ഇന്ന് ജോർദാനിലും കുവൈറ്റിലും ആക്രമണം നടത്തിയെന്ന് IRGC അവകാശപ്പെട്ടു. ജോർദാനിൽ അൽ അസ്റാഖ് മിലിറ്ററി ബേസിലും കുവൈറ്റിൽ അലി അൽ സലീം എയർബേസിലുമായിരുന്നു മിസൈൽ ആക്രമണം. 2 ഡ്രോൺ ഹാങ്കറുകൾ, യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഇന്ധന സംഭരണ കേന്ദ്രം എന്നിവ തകർത്തെന്ന് ഇറാൻ വിപ്ലവസേന അവകാശപ്പെട്ടു. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. എൽദോപോൾ പുതുശ്ശേരി ചേരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.